ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സിബിഷനാണ് ഹൈദരാബാദിലെ നുമൈസ് എക്സിബിഷൻ. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് 84ാമത്തെ എക്സിബിഷനാണ്. എക്സിബിഷൻ്റെ 4 എൻട്രൻസ് ഗേറ്റുകളിൽ നിന്നാണ്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. അവിടെയും ഒരു ചെറിയ ചെറിയ എക്സിബിഷൻ പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അതും അവധി ദിവസങ്ങളിൽ പോകുകയാണെങ്കിൽ പറയുകയും വേണ്ട. നമുക്ക് ഇന്നത്തെ വീഡിയോ എടുക്കാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടെടുത്ത അത്ര കുംഭമേളയ്ക്ക് പോകുന്ന ആളുകളുടെ കണക്ക് ആളുകളാകും. ഭയങ്കര തിരക്ക്. വിൻ്റർ എക്സിബിഷനാണ് ഇത്. ജനുവരി 3 തുടങ്ങി ഫെബ്രുവരി 15 അവസാനിക്കും. 2500 സ്റ്റാളുകളുണ്ട്. എല്ലാം ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റുകയില്ല. അത്രയ്ക്ക് സ്റ്റാളുകളാണ്. കൂടുതലും വസ്ത്രങ്ങളാണ്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള വസ്ത്രങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, ചുരിദാർ, സാരി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാക്കിയതും ഇമ്പോർട്ട് ചെയ്തതുമായുള്ള ഇതുപോലെയുള്ള പാത്രങ്ങൾ, ഒരുപാട് പാത്രങ്ങൾ. ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്ലാസ് പാത്രങ്ങളായിരുന്നു, പല ഡിസൈനുകളിൽ. എല്ലാ സ്റ്റാളുകളിലും ഭയങ്കര തിരക്കാണ്. നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തിരക്ക്, നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനകത്തൂടെ അതുകൊണ്ട് ഇപ്പോൾ ട്രെയിൻ പോലെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ കയറിയാൽ എല്ലായിടത്തും ചെന്ന് കാണാൻ പറ്റും. എല്ലാ സാധനങ്ങളും കിട്ടും. കാശ്മീരി സാധനങ്ങളായിട്ടുള്ള ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ആണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരുപാട് കിട്ടും. ഈ പ്രാവശ്യം അമേരിക്കൻ സ്റ്റാൾ, ദുബായ് സ്റ്റാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. പ്രാവശ്യവും ഒരുപാട് അഡ്വഞ്ചറസ് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ജൈൻറ്റ് വീലും മരണക്കിണറും പിന്നെ അതുപോലെയൊക്കെയുള്ള ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അങ്ങോട്ട് എത്തി നോക്കാൻ പോലും പറ്റാത്ത കണക്ക് ക്യൂ ആണ്. പിന്നെ ഇങ്ങനെ ആഹാര സാധനങ്ങളുടെ വലിയ വലിയ സ്റ്റാളുകൾ, കൂടുതലും നമ്മുടെ ഈ വടക്കേന്ത്യൻ വിഭവങ്ങളാണ് ഉള്ളത്. ആഗ്ര, പീത്ത, പിന്നെ ഈ കച്ചോരി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരുപാട് കണ്ടു. പിന്നെ ഹലീമിന് ഒരുപാട് വിലയൊന്നും ഒട്ടും കുറവില്ല. സാധാരണ വിലകൾ തന്നെയാണ് ഉള്ളത്. അതിൽ ഇച്ചിരി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെയാണ് തോന്നിയത്. സാധനങ്ങളുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയുക വേണ്ട, നല്ല വിലയാണുള്ളത്. ഇപ്പോൾ ഹലീമ്, ചോരന്, കുൽഫി, കബാബ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇപ്രാവശ്യം കൂടുതലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുളക് ബജി, പിന്നെ എല്ലായിടത്തും കാണുന്ന നമുക്ക്. പിന്നെ പപ്പടത്തിന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിനകത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് മൊത്തം കവർ ചെയ്യുമെന്ന് തോന്നുന്നു. നമ്മൾ മൊത്തം കവർ ചെയ്യാനൊന്നും പറ്റത്തില്ല, അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇത് മാത്രമേ കാണൂ. 46 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കോടുകൂടി ഇത്രയും വലിയ എക്സിബിഷൻ. ഇന്നായപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു, എന്നിട്ട് പോലും ഇത്രയും തിരക്കാണ്. ഹൈദരാബാദിൽ ഇത്രയും ആളുകൾ തിങ്ങി താമസിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മൾ മാളുകളിൽ ചെന്നാൽ ഇതേപോലെ തിരക്കാണ്. ഈ എക്സിബിഷന് പോയാലും തിരക്കാണ്, റോഡിലെ ഷോപ്പിങ്ങിനായാലും തിരക്കാണ്. എപ്പോഴും ഇവർക്ക് ഷോപ്പിങ്ങേ ഉള്ളൂന്ന് തോന്നും നമുക്ക്. 1938 തുടങ്ങിയതാണ് ഈ എക്സിബിഷൻ. അവിടുത്തെ ലോക്കൽ പ്രൊഡക്ട്സും അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. പിന്നാണ് ഇത് ലോകം മുഴുക്കെയുള്ള ആൾക്കാരെ ഇങ്ങനെ ആകർഷിക്കാൻ തുടങ്ങിയത്. പ്രാവശ്യം 4 എൻട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു എൻട്രൻസിൽ നിന്ന് വളരെ ദൂരത്താണ് അടുത്തത്. നമ്മൾക്കിങ്ങനെ പാർക്കിങ്ങിനൊക്കെ സൗകര്യം വളരെ അങ്ങ് ദൂരെ, ഒത്തിരി ദൂരെ, 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ ദൂരെയാണ് തന്നിരുന്നത്. അവിടെ വരെ നമ്മൾ നടന്നു പോകേണ്ട ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വന്നു. 20 രൂപയാണ് എൻട്രൻസ് ഫീസ്. 4 തൊട്ട് 10 മണി വരെയാണ് സാധാരണ ദിവസങ്ങളിൽ. പിന്നെ അവധി ദിവസങ്ങളിലാണെങ്കിൽ 11 മണി വരെ നീണ്ടുപോകും. ഇപ്പോൾ ഇവിടെ നഴ്സറി മേളയും നടക്കുന്നുണ്ട്. കുറച്ച് ദൂരം, ഒരു 3 കിലോമീറ്റർ ദൂരം മാറി. എന്നിട്ടാണ് ഇവിടെ ഇത്തരം തിരക്ക്. അവിടെയും തിരക്ക് തന്നെയാണ്, ഇവിടെയും തിരക്ക് തന്നെയാണ്. അവിടെയും ഫുഡ് സ്റ്റാളുകൾ ഒരുപാടുണ്ട്, ഇവിടെയും ഫുഡ് സ്റ്റാളുകൾ ഒരുപാടുണ്ട്. ആ ഫുഡ് സ്റ്റാളുകളിലാണ് ഒരുപാട് തിരക്കുള്ളത്. പിന്നെ റൈഡ്സിന് AIIE ഓൾ ഇന്ത്യ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ സൊസൈറ്റിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ആളുകൾ ഒന്നിച്ച് ഈ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫോൺ പേ ഒക്കെ പറ്റത്തേ ഇല്ല. നമ്മൾ കയ്യിൽ കാശ് കരുതിയിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പാടായിട്ട് ഫോൺ പേ ആശ്രയിക്കാൻ പറ്റത്തേ ഇല്ല. ഇവിടെ 4 മണിക്ക് തന്നെ അകത്ത് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം കണ്ടു വെച്ചിറങ്ങാം, അല്ലെങ്കിൽ എല്ലാ സ്റ്റാളുകളൊന്നും കാണാൻ കഴിയില്ല.